ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നൈറ്റാണ് കേട്ടോ ഫുഡിൻ്റെ ഒക്കെ പരിപാടി വെച്ചിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ണുകുട്ടി വൈകിട്ട് ഞാൻ കടയിലേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ മീൻ കൊണ്ടുവന്നു. അയില, ഒരു 3 അയിലൻ്റെ നല്ല അയില, ഫ്രഷാണ്, ചീഞ്ഞിട്ടൊന്നുമില്ല, അടിപൊളിയാണ്. അപ്പോൾ ഇത് നമുക്ക് തേങ്ങ അരച്ചിട്ടൊരു കറി വയ്ക്കാം. പിന്നെ ചീരയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ചീരയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു 20 രൂപയ്ക്ക് ഒരു കെട്ട്, 20 അല്ല 30 രൂപ ഒരു കെട്ട് ചീര ഇതാ. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് പെറുക്കി വെക്കണം. പിന്നെ മീൻകറി ഉണ്ടാക്കണം. കറി ഉണ്ടാക്കി വെച്ചാൽ ഇപ്പോഴേക്കല്ല കേട്ടോ, നാളേക്ക് വേണ്ടിയിട്ടാണ്. നാളെ ഇപ്പോൾ പിള്ളേർക്ക് സ്കൂൾ തുറക്കുമല്ലോ, ഓപ്പൺ അല്ല. അപ്പോൾ പിന്നെ രാവിലെ ഒക്കെ കൂടെ എനിക്ക് ഒക്കെ ഉണ്ടാവില്ല. നാളെ തൊട്ട് ഫുഡ് കൊണ്ടുപോകണമെന്ന് കണ്ണൻകുട്ടീനോട് ഞാൻ കർക്കശമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ആ ഉടായ്പ കളിച്ചിട്ട് ഫുഡ് കൊണ്ടുപോകാറില്ല. അപ്പം ഞാൻ പൂജുട്ടി അങ്ങനെ തന്നെ, രണ്ടാളും അങ്ങനെ തന്നെ, ഉണ്ടാക്കിയാലും കൊണ്ടുപോകാൻ മെനക്കെടാറില്ല, ബാഗിൽ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്തായാലും ഇതൊന്ന് കറി വെക്കണം. കറി വെച്ചാൽ പിന്നെ നാളെ നമുക്ക് രാവിലെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ മീൻകറിയും പുട്ടും അത് സെറ്റായി. പിന്നെ അവർക്ക് രാവിലേക്കുള്ള ഈ സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചാൽ, ഉപ്പേരിക്കൊക്കെ അരിഞ്ഞ് വെച്ചേക്ക് രാവിലെ കുറച്ച് ഈസി ആവും. ഷാജേട്ടന് പോകാൻ വേണ്ടി ആകുമ്പോഴേക്കൊക്കെ കൂടെ ഒരു കലപിലാവില്ല, ഒന്ന് ശ്വാസം എടുത്ത് വിടാൻ പറ്റും. പിന്നെ കുറച്ച് നാരങ്ങ അന്ന് കൊടുന്ന് വെച്ചതാണ്. അതിലിപ്പോൾ 2 കേട് വരുന്നൊക്കെ പോലെ ആയിരുന്നു. എന്തായാലും വേണ്ടില്ല, ബാക്കിയുണ്ട് കുറച്ചാണ്. നമുക്കൊരു അച്ചാറിൻ്റെ ആവശ്യത്തിലുണ്ട്. ഇതൊന്ന് ആവി കയറ്റാൻ വെച്ചിട്ട് നമുക്ക് മീൻ ഉണ്ടാക്കാൻ നിൽക്കാം. എന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കാണ്ടാവും. അപ്പം ഇന്നത്തെ നൈറ്റ് വിശേഷമാണ് കാണിക്കുന്നത്. നൈറ്റ് ബ്ലോഗാണ് ഫുഡിൻ്റെ. അപ്പോൾ ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കട്ടെ കേട്ടോ. നാരങ്ങ കൊടന്ന് വെച്ചിട്ട് കുറച്ചധികം ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നെല്ലിക്കച്ചാർ ഉണ്ടാക്കിയതുകൊണ്ട് നെല്ലിക്കച്ചാറും ഉണ്ടായിരുന്നു, പുളിയഞ്ചി നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഏകദേശം കഴിയാറായി. പിന്നെ ഞാൻ BP കുറവുള്ള കാരണം ഇടയ്ക്കിടയ്ക്ക് നാരങ്ങ വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ കുടിക്കണോണ്ട് അങ്ങനെ ഒരുപാട് വേസ്റ്റായിട്ട് പോയിട്ടൊന്നുമില്ല. ഒരു 2-3 പൊട്ടയായിരുന്നു കേട്ടോ കേട് വന്നിട്ടുണ്ടായിരുന്നേ. ബാക്കി ഞാൻ നാവി കയറ്റാൻ വെച്ചു. അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ ആകുമ്പോഴേക്കും അതും ഇങ്ങോട്ട് വെന്തോളുമല്ലോ. അപ്പോൾ ഇന്ന് അച്ചാറുണ്ടാക്കണില്ല, ഞാനും മെനക്കെട്ടണില്ല വെച്ചിട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആവി കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ രാവിലേക്കോ അല്ലെങ്കിൽ പിന്നെ ഞാൻ നാളെ കുക്ക് ചെയ്യണ സമയത്തേക്ക് അച്ചാറിടാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അതങ്ങനെ വെച്ചത്. എന്നാൽ പിന്നെ ഈ ഒരു പണി കഴിയുമ്പോഴേക്കും അതും കൂടെ റെഡി ആവുമല്ലോ. നല്ല മീനായിരുന്നു കേട്ടോ, 3 അയിലേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ തലയും വാലും ഇട്ടിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ള ഭാഗം വറുക്കാനും വേണ്ടി മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ വരിഞ്ഞിട്ട് കഷ്ണാക്കിയിടുന്നുണ്ട്. അപ്പോൾ ഒത്തിരി കുഞ്ഞ് കഷ്ണാക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ അയിലയുടെ പഞ്ഞം കൊണ്ട് 3 അയില കൊണ്ട് നമുക്ക് 2 നേരം ഒപ്പിക്കണമല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ചെറുല്ലെങ്കിൽ ഇത്രയും പിസറ് ഞാൻ ആക്കില്ല. അയില വലുതുണ്ടെങ്കിൽ എനിക്ക് ഒന്നിങ്ങനെ മുഴുവനായിട്ട് വറക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം. ഇതിപ്പോൾ കഷ്ണങ്ങളൊക്കെ ആക്കി മാറ്റി വെച്ചു, തലയും വാലും കറിക്കും പിന്നെ മറ്റേത് നമുക്ക് വറക്കാനും വേണ്ടിയിട്ട്. പിന്നെ ഞാൻ തേങ്ങ അരച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു, ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ചപ്പാത്തിയുടെ അത് കിട്ടിയില്ല. അപ്പോൾ പിന്നെ പുട്ടുപൊടി ബാക്കി ഉണ്ടായിരുന്നു. ഇന്നത്തോടു കൂടെ പുട്ടിൻ്റെ സമാപനമാണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിന് പുട്ടുണ്ടാക്കല്ലേ. അപ്പോൾ അടുപ്പിച്ച് അധികം പുട്ടായി. എന്നും പുട്ടല്ല കേട്ടോ, എന്നാലും അടുപ്പിച്ച് പുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പിന്നെ പച്ചമുളകും തക്കാളിയും ഒക്കെ എല്ലാ കാര്യങ്ങളും ഒക്കെ എടുത്ത് വെച്ചിട്ട് അതൊക്കെ റെഡിയാക്കിയിട്ട് കഴുകി മാറ്റി വയ്ക്കുകയാണേ. ചെറുള്ളി ഞാൻ ഓൾറെഡി തലേദിവസം ഉണ്ടാക്കിയതിൻ്റെ കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അത് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ചെറുള്ളി ഓൾറെഡി ഉണ്ടാക്കിയത് അതാണേ. ചെറുള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മെനക്കേട്. തലേ ദിവസമൊക്കെ ഞാൻ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ കുറച്ച്. അതുപോലെ തേങ്ങ ചിരകി വെക്കുകയാണ് പതിവ്. പിന്നെ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നില്ല, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മാസം അവസാനം ആകുമ്പോൾ കൊണ്ടുവരുന്നതിൻ്റെ ബഡ്ജറ്റ് ഇങ്ങനെ കുറയുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അപ്പം പാത്രത്തിലാക്കണം. എൻ്റെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി വാങ്ങിയിട്ട് പൊടിച്ചിട്ട് വേണം. ഈ പാക്കറ്റ് വാങ്ങണ വമ്പൻ നഷ്ടമാണ്. ഒരു മാർഗ്ഗം ഇല്ലാണ്ട് ആകുമ്പോൾ വാങ്ങാമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടിയും തീർന്നിട്ടുണ്ടായിരുന്നു. ബീഫ് നമുക്ക് മീറ്റ് ഐറ്റംസ് അധികം വെക്കുമ്പോഴേ മല്ലിപ്പൊടിയും മുളക് പൊടിക്കൊക്കെ നല്ലോണം ചിലവാണ്. അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് അങ്ങനെ പൊടിപ്പിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതൊക്കെ ഞാൻ വെളിച്ചെണ്ണയൊക്കെ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിലാക്കി വെച്ചു. മാങ്ങ ഞാൻ പച്ചമാങ്ങ കിട്ടുമെന്ന് നോക്കിയിട്ടോ, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പച്ചമാങ്ങ വളാഞ്ചേരിയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ അത് അപ്പം തീർന്നിട്ടുണ്ടായിരുന്നു. വാടിയത് വെച്ചാൽ ഒന്ന് ചെനച്ച പോലെയൊക്കെയാണ്. പിന്നെ നാളികേരത്തിനുള്ള തേങ്ങയാണ്, കറിക്കുള്ള നാളികേരമാണ് അത് ചിരകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മാങ്ങ ഇട്ടിട്ട് നാളികേരം അരച്ച് തേങ്ങ അരച്ച് കറി വയ്ക്കുകയാണെങ്കിൽ അടിപൊളിയല്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ചെയ്തത്. പക്ഷെ എന്തായാലും മാങ്ങ ഇട്ടില്ലേ, നമുക്ക് നെക്സ്റ്റ് ഇനി കറി വയ്ക്കുമ്പോൾ മാങ്ങ ഇട്ടിട്ട് വെക്കാൻ നോക്കണം. പിന്നെ ഞാൻ അതൊന്ന് കുറച്ച് മാറ്റി വെച്ചു. നാളെ തോരനിലേക്കുള്ളത് നമ്മൾ സെറ്റ് ചെയ്തപ്പോൾ നാളേക്ക് ഇന്നതെന്ന് പറഞ്ഞിട്ട് അരിഞ്ഞൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ രാവിലെ നീട്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സുഖം. എന്താ വെച്ചാൽ 10 ദിവസം സ്കൂളില്ലാണ്ട് കിടന്നിട്ട് നമുക്ക് തോന്നിയ നേരത്തേക്കാണല്ലോ നമ്മൾ നീക്കുക. പിന്നെ ആ ഒരു
ആ ഒരു ട്രാക്ക് അങ്ങോട്ട് വിടും. പിന്നെ അങ്ങോട്ട് ഒന്നേന്ന് വെച്ചിട്ട് തുടങ്ങണമെങ്കിൽ വലിയ പാടാണ്. നീട്ടോണ്ടിരിക്കുമ്പോൾ നമ്മളതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതതിനനുസരിച്ച് അങ്ങനെ പോകും. ഇടയിൽ മടി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങോട്ട് മടിയായി പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ അതിനുള്ള നാളികേരം ഞാൻ രാവിലേക്കുള്ളത് മാറ്റി വെച്ചൊരു പാത്രത്തിൽ ഇപ്പം നമ്മുടെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് അതിലേക്ക് പെരുംജീരകവും 2 ചെറുള്ളി പിന്നെ 2 വെളുത്തുള്ളി പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് അരക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് കറി വയ്ക്കാനുള്ള അരപ്പ് റെഡിയാക്കുകയാണ്. എന്നിട്ട് പുളി പിഴിഞ്ഞൊഴിക്കുകയുള്ളൂ. ഈ ഒരു മീൻകറി, ഈ അയിലക്കറി എനിക്ക് ഇങ്ങനെ പച്ചക്ക് അരക്കുകയാണെങ്കിൽ നമുക്ക് മാങ്ങ ഇട്ട് വെക്കണം. അല്ലെങ്കിൽ വറുത്തരച്ച് വെക്കില്ലേ നമ്മൾ, മല്ലിയും മുളകും കൂടെ വറുത്ത്. എനിക്ക് ആ കറിയായിട്ട് ഏറ്റവും ഇഷ്ടം. അതിൻ്റെ കുറുന്നനെ നമ്മൾ മല്ലിയും മുളകും തേങ്ങയൊക്കെ അരയ്ക്കുന്ന ഒരു കറിയുണ്ട്. ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ കറിയിനോടാ കൂടുതലിഷ്ടം. ഇല്ലെങ്കിൽ പിന്നെ മുളകിടുക, ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് അങ്ങനെ മുളകിടണം ഇഷ്ടം. അപ്പോൾ ഇനി ഞാൻ മുളക് നമ്മൾ മീൻ വറുക്കാനുള്ളത് എപ്പോഴും നമ്മൾ വറുക്കണ പോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയും കൂടെ ഞാൻ ചതയ്ക്കും. കുറച്ച് പെരുംജീരകവും എന്നിട്ട് ഇത്തിരി വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് മസാല പുരട്ടി വയ്ക്കുകയാണ് കേട്ടോ. മീൻ വറുക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ചെറിയുള്ളി ഞാൻ എന്തായാലും ഇടും. പക്ഷേ ആ മസാല തന്നെ നല്ല ടേസ്റ്റാണ് ചട്ടിയിൽ പൊനിക്കാൻ വേണ്ടിയിട്ട്. വെറുതെ ഉപ്പും മുളകും മാത്രം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് എനിക്ക് വറുക്കണ ഇഷ്ടമല്ല, എനിക്ക് ഒമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ വീഡിയോ ഓണായിട്ടുണ്ടായിരുന്നില്ല. അരപ്പൊക്കെ അതിൽ കലക്കി ഒഴിച്ച് പാകത്തിന് പുളി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പരച്ച അരപ്പും പിന്നെ അതിലേക്കുള്ള പുളി പാകത്തിന് ഒഴിച്ചിട്ട് അതിൽ പച്ചമുളകും തക്കാളി അരിഞ്ഞിട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ക്ലിപ്പിൻ്റെന്ന് മിസ്സായിപ്പോയി. അപ്പോഴേക്കും നമ്മുടെ നാരങ്ങയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചൂടാക്കറി ഞാനൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വെച്ചു. നമ്മുടെ കറി തിളയ്ക്കാറായിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ രാവിലെ പുട്ടിലേക്ക് അത്യാവശ്യം കറി വേണം. പിന്നെ പിള്ളേർക്ക് കൊണ്ടുപോകാൻ പൂജുട്ടിയാണ് കറി കൊണ്ടുപോകാത്ത ആൾ, കണക്കുട്ടി കൊണ്ടുപോകും. പിന്നെ നമുക്കൊരു ഉച്ചയ്ക്കും ഒക്കെ വേണമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് രാത്രിയിലേക്ക് ഇത് എത്തില്ല. അപ്പോൾ രാത്രിയിലേക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. മീൻ ഇങ്ങനെ നേരത്തെ കിട്ടുമ്പോൾ ഇവർക്ക് സ്കൂളിലുള്ള ദിവസമൊക്കെ ആണെങ്കിൽ എനിക്ക് ഉച്ചരിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ് നല്ലത്. അത് മിക്കതും അങ്ങനെ ആവില്ല കേട്ടോ. പല നേരത്തെ ആയിരിക്കും. ചിലപ്പോൾ രാവിലെ ഞാൻ എല്ലാം റെഡിയാക്കി വെക്കും. അല്ല അത് ഇനി അല്ലെങ്കിൽ വൈകുന്നേരമാണോ മീൻ വരുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്യും. അങ്ങനെ കറക്റ്റായിട്ട് ഇന്ന നേരത്തെ ഇന്ന ഫുഡ് വെക്കാമെന്നൊന്നുമില്ല. വൈകുന്നേരം ഇങ്ങനെ കൈയൊഴിവാണെങ്കിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തിന് കുറച്ചും കൂടെ ഈസി ആവണ പോലെ തോന്നാറുണ്ട് കേട്ടോ. അരിഞ്ഞ് വയ്ക്കാറൊക്കെ ഉപ്പേരിക്കും കാര്യത്തിനൊക്കെ അരിഞ്ഞ് വയ്ക്കാറൊക്കെ ഉണ്ട് ഞാൻ. അതാവുമ്പോൾ രാവിലെ നിന്ന് ഇതിന് മെനക്കെടുമ്പോൾ നേരെ ഒരുപാട് വൈകിപ്പോവും. ഇത് കഴിഞ്ഞിട്ട് ഈ ഫുഡ് ഉണ്ടാക്കലും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞു എന്ന് പറയാനില്ല. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഈ ഫുഡിൻ്റെ പരിപാടി ആയതുകൊണ്ടേ പിന്നെ നമുക്ക് ഫുഡ് റെക്കൽ ക്ലീൻ ആക്കൽ, അതിൻ്റെ പാത്രം കഴുകൽ, പിന്നെ അതിലേക്കുള്ള കാര്യങ്ങൾ സെറ്റാക്കൽ, അത് കഴിഞ്ഞ് വന്ന് ഞാനൊന്ന് ഫുഡ് കഴിച്ചിരിക്കുമ്പോഴേക്കും ഉച്ചരിഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും പിന്നെ നമ്മുടെ എന്നത്തെയും പോലെ വൈകുന്നേരം അടിച്ചോരി തുടയ്ക്കുക, വിളക്കൊളുത്തുക, മേലെഴുകുക, ഇതന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ പൂജിട്ടി എനിക്ക് പാത്രമൊക്കെ കഴുകി തരുന്നുണ്ട് കേട്ടോ. അത് അവൾ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഇനി എനിക്ക് മീൻ തിളച്ചു. ഇനി മീൻ കറിയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഇനി എനിക്ക് ഈ ചീരയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കറി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കാര്യമായിട്ട് പണിയൊന്നുമില്ല കേട്ടോ. പിന്നെ അവിടെ അടുക്കളയും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കാനുള്ളൂ. എനിക്ക് രാത്രി എല്ലാതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തോ രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് തോന്നും അടുക്കളയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഒക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് അരിയലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ അത് എടുത്തെടുത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മറ്റേത് രാവിലെ നീട്ടിട്ട് ഇതൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പണി തീരന്നല്ല. എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഒരുപാട് സമയമുള്ള പോലെ തോന്നും. അതിപ്പോൾ രാത്രി നമ്മൾ വെറുതെ ഇരിക്കുന്ന നേരമാണെങ്കിലും ഞാൻ ചിലപ്പോൾ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി വയ്ക്കും. സംസാരിക്കുക, പിള്ളേരിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ആ പണി അങ്ങനെ കഴിയുമല്ലോ. പിന്നെ നമ്മുടെ കറിയിലേക്ക് വറുത്തിട്ടിട്ടുണ്ടായിരുന്നു, ചെറിയുള്ളി മൂപ്പിച്ചിട്ട് ഇട്ടു. പിന്നെ ആ മണി പ്ലാന്റ് നമ്മുടെ കിച്ചണിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ വെള്ളം മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ കുറച്ചായിട്ട്. അതിൻ്റെ ഇലയൊക്കെ അങ്ങനെ മഞ്ഞച്ച കളറ് ഒരു ഇലയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ടിട്ട് അതിലേക്ക് വെള്ളമൊക്കെ ആക്കിയിട്ട് ആ ഭാഗമൊക്കെ മൊത്തം ഒന്ന്, അത് നൈറ്റ് എന്നും ചെയ്യണതാണ് കേട്ടോ. ആ ഭാഗമൊക്കെ കിച്ചണിൻ്റെ ആ ഭാഗം, നമ്മുടെ സ്റ്റൗവിൻ്റെ ആ ഭാഗമൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ആക്കി തുടച്ചിട്ടു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ രാവിലെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉച്ചയാകുമ്പോൾ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനത് അപ്പം തന്നെ റെഡിയാക്കി വെക്കും കേട്ടോ. അപ്പോൾ രാത്രിക്ക് നമുക്ക് അങ്ങനെ ഒരുപാട് ക്ലീൻ ആക്കേണ്ട ആവശ്യമൊന്നും വരാറില്ല. അപ്പം നമ്മൾ ഫുഡ് കഴിച്ച പാത്രങ്ങൾ മാത്രമേ കഴുകി വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവാറുള്ളൂ കേട്ടോ. ഇതിപ്പോൾ രാത്രിയിൽ മീൻ കൊണ്ടുവന്നാൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങില്ല, പേടിയാണ്. അപ്പോൾ നമ്മളിവിടെ ഈ കിച്ചൺ ടാബിൻ്റെ മേലെ തന്നെ വെച്ചിട്ട് ന്യൂസ് പേപ്പറൊക്കെ ഇട്ടിട്ട് പൈലയാകുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ചെതുമ്പൽ തെറിക്കും, ചെളുക്ക തെറിക്കും എന്നുള്ള ഇതില്ലല്ലോ. അതിലാകുമ്പോൾ പിന്നെ നമുക്ക് അവിടെ തന്നെ വൃത്തിയാക്കാം. അപ്പം ഞാൻ അകത്ത് നിന്നിട്ട് വൃത്തിയാക്കിയോണ്ടാണ് ഞാൻ പിന്നെ അവിടെയൊക്കെ സോപ്പ് ഇട്ടിട്ട് ഒന്നുകൂടെ എന്നാലും ഒരു പച്ചമണം ഉളുമ്പുമണം രാവിലെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെയും കഴുകണത് സോപ്പിട്ടിട്ട്. രാത്രി നമ്മളവിടെയാണല്ലോ മീൻ ഉണ്ടാക്കിയത്, അതുകൊണ്ട്. അപ്പോൾ പിന്നെ ആ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വേറെ എനിക്കും പൂജുട്ടിക്കും കണ്ണൻകുട്ടി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് പൂജുട്ടിക്കും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൂ.
അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കി പരിപാടി. എനിക്ക് അവൾ സംസാരിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ കൂടെ. എനിക്കിങ്ങനെ അടുക്കളയിൽ നിന്നിട്ട് കിച്ചണിൽ നിന്നിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ എനിക്ക് എൻ്റെ കൂടെ ആരും ഒന്നും കൂടൊന്നും വേണ്ട. എനിക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇരട്ടി പണിയാണ്. ഞാൻ ചെയ്യണ പണി ഞാൻ തന്നെ എനിക്കത് ചെയ്യാനാണ് താല്പര്യം. അതിൻ്റെ കൂടെ ഒരാൾ കൂടുമ്പോൾ കുക്കിംഗ് ആണെങ്കിൽ എനിക്ക് അത് എന്തോ ഒരു ഭയം കിട്ടില്ല. അപ്പോൾ എനിക്ക് അതന്നെ അങ്ങോട്ട് ഞാൻ തന്നെ ആകുമ്പോൾ അത് ആ കയ്യിലങ്ങോട്ട് കൈയോടെ അങ്ങോട്ട് അങ്ങനെ ആ ഒരു ഒഴുക്കിൽ അതങ്ങനെ അങ്ങോട്ട് പോവും. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ എനിക്ക് നേരം പോകും. പെട്ടെന്ന് എനിക്കിങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എക്സ്ട്രാ ഒരു ഫോണൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വല്ല പാട്ടോ മൂവിയൊക്കെ കണ്ടിട്ട് ചെയ്യാമെന്ന് വയ്ക്കാം. പാട്ടാണ് അധികം ഇടാറ്. ഞാനും പൂജിറ്റൊക്കെ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങുന്നതിൻ്റെ മുന്നൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പാട്ടിട്ടോണ്ടർ ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് സ്പീഡിൽ നമ്മുടെ പണികളൊക്കെ ചെയ്യുകയും ചെയ്യും. നമുക്ക് ആ പണിയെടുക്കണം നമ്മൾ വർക്ക് ചെയ്യും എടുക്കണ ജോലിയുടെ റിസ്ക് കുറഞ്ഞു. നമുക്ക് അങ്ങനെ ഒരു പാടായിട്ട് തോന്നില്ല, അയ്യോ ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാം കിച്ചണൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഇനി എല്ലാം വൃത്തിയാക്കിയിട്ട് ഞാൻ മേലെ എഴുകി വന്നു കേട്ടോ. മേലെ എഴുകലും കഴിഞ്ഞു, ബാക്കി ഇനി എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. അപ്പം ഇന്നത്തെ കുഞ്ഞൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞു, മീൻകറിയായി. നാരങ്ങ ഞാൻ അച്ചാറിട്ടിട്ടില്ല, വേവിച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഒന്ന് നാളേക്ക് എനിക്ക് ഇടാമല്ലോ, ആ ചൂടൊക്കെ അറിയിട്ട് നാളെ കഷ്ണാക്കിയിട്ട് അച്ചാർ പരിപാടി നാളെ നോക്കാം. മീൻകറി സെറ്റായി, ഉപ്പേരിക്കുള്ളത് അരിയലും കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിച്ച് കിടക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ, സീ യു.